ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു ആ ചാനൽ. ഇന്നത്തെ ക്രിസ്മസ് റെസിപ്പിയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പോഞ്ച് കേക്ക് ആണ്. വളരെ ഈസിയും ടേസ്റ്റിയുമായ ഒരു സ്പോഞ്ച് കേക്ക്. ഇതിൽ നമ്മൾ മുട്ട ഉപയോഗിക്കുന്നില്ല, ഓവൻ ഉപയോഗിക്കുന്നില്ല. ആവശ്യമുള്ളത് എന്താ വെച്ചാല് നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസും അതിന്റെ പെർഫെക്റ്റ് റേഷ്യോയിൽ എടുക്കണം. പിന്നെ ഓരോ ടിപ്സും കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. നമ്മുടെ വീട്ടിലുള്ള വളരെ കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ഏതൊരു കേക്കും റെഡിയാവാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന കേക്ക് ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ സോസ് പാനെയും കുക്കറിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. മാത്രമല്ല ഈ ലോ ഫ്ലെയിം എന്ന് പറയുമ്പോഴും ആ ഫ്ലെയിമിന്റെ അളവിനെയും അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതായത് ഞാൻ കേക്ക് ബേക്ക് ചെയ്യാൻ എടുക്കുന്ന സമയമായിരിക്കില്ല നിങ്ങൾ കേക്ക് ബേക്ക് ചെയ്യാൻ എടുക്കുന്ന സമയം. അതിൽ ചെറിയ വ്യത്യാസങ്ങളെല്ലാം വരാം. എന്നാലും നിങ്ങളൊരു കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ച ശേഷം നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊന്നും തുറന്നു നോക്കരുത്. അങ്ങനെ തുറന്നു നോക്കിയാൽ കേക്ക് പൊങ്ങി വരില്ല, അത് അങ്ങ് താന്നു പോകും. അതുകൊണ്ട് ഒരു 40-45 മിനിറ്റിന് ശേഷം മാത്രം നിങ്ങളൊന്ന് തുറന്ന് ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു പപ്പടക്കോലോ വെച്ച് ചെക്ക് ചെയ്യാം കേക്ക് വെന്തോ എന്ന് നോക്കാം. ഈ സ്പോഞ്ച് കേക്ക് ഞങ്ങൾ ഫ്രണ്ട്സ് ഒന്നിച്ച് ഒരു വിനോദയാത്രയ്ക്ക് പോകുമ്പോൾ സ്നാക്സ് ആയി എടുക്കാനായിട്ട് ഉണ്ടാക്കിയതാണ്. ഒരു അമ്പലദർശനമൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ അതില് മുട്ടയിട്ടിട്ടില്ല. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ? വളരെ കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്കൊരു സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കാം. അതിന് 1/2 കപ്പ് പൊടിയില്ലാത്ത തൈര്, 1 കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ട് ഫോർക്ക് കൊണ്ടോ സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ വിസ്ക് ഉണ്ടെങ്കിൽ അത് വെച്ചോ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഇത് വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. മുട്ട ഉപയോഗിക്കുന്നതേ ഇല്ല. അപ്പോൾ എഗ്ലെസ് കേക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ, പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ഇട്ട് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്യുക. നമ്മുടെ കേക്ക് മോയിസ്റ്റും ഫ്ലഫിയും സ്പോഞ്ചിയുമായി കിട്ടണമെങ്കിൽ ഈ മിക്സിങ് പെർഫെക്റ്റ് ആയിരിക്കണം. നല്ലപോലെ മിക്സ് ചെയ്യുക. നല്ലപോലെ സ്മൂത്ത് ആവണം. ഇനി നമുക്ക് ഡ്രൈ മിക്സ് നോക്കാം. അതിനായി 1/2 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് ഒന്ന് സ്പൂൺ വെച്ച് ഇളക്കി ചലിക്കുക. എന്നാൽ മാത്രമേ എല്ലാം ഒന്ന് യോജിച്ച് കിട്ടുകയുള്ളൂ. ഈ സോസ് പാനിലാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അടികട്ടിയുള്ളൊരു സോസ് പാനാണ്. ഇതിലേക്ക് കുക്കറിനോടൊപ്പം കിട്ടിയ ഒരു പ്ലേറ്റ് വെച്ച് അടച്ച് പ്രീഹീറ്റ് ചെയ്യാൻ വയ്ക്കും. നിങ്ങൾക്ക് കുക്കറിലും കേക്ക് ഉണ്ടാക്കാം. ഇതുപോലൊരു റിങ് ആവശ്യമാണ്. അതിന് അടിയിൽ ഉപ്പിടാം, ഉപ്പിടാതെയും വെക്കാം. അതിന് മീതെ ഈ റിങ് വെക്കുക. നമ്മുടെ കേക്ക് ടിന് താഴെ മുട്ടാതിരിക്കണം. കുക്കറിൻ്റെ വാഷറും വിസിലും മാറ്റാൻ മറക്കരുത്. അത് രണ്ടും മാറ്റിയ ശേഷം മാത്രമേ നമുക്ക് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാവൂ. ഇങ്ങനെ അടച്ച ശേഷം 10-15 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാം. നമുക്ക് നമ്മുടെ ഡ്രൈ മിക്സ് ഒന്ന് ചലിച്ചെടുക്കാം. അതിന് അതായത് 2 പ്രാവശ്യം ചലിച്ചെടുക്കണം. ഒരിക്കൽ നമ്മൾ ആദ്യം പേപ്പറിൽ ചലിച്ചല്ലോ. ഇനി നമുക്ക് ഇതിനെ വെറ്റ് മിക്സിലേക്ക് ചലിച്ച ശേഷം ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്യുക. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്യുമ്പം എയർ ലോസ് വളരെ മിനിമം ആയിരിക്കും. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല ഫ്ലഫി ആയിട്ട് വരും. മിക്സ് ചെയ്യുമ്പം ഇത്തിരി കട്ടിയായിട്ടുണ്ട്. ഇങ്ങനെ ആകുമ്പോൾ നമ്മുടെ കേക്ക് ഭയങ്കര റഫാകും. അപ്പോൾ ആവശ്യത്തിന് പാൽ ഒഴിച്ചു കൊടുക്കണം. ഒറ്റയടിക്ക് അധികം പാൽ ഒഴിച്ചു കൊടുക്കരുത്. 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച ശേഷം ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്യുക. ഓവർ മിക്സ് ചെയ്യരുത്. ഒന്നുകൂടി നോക്കാം, ആയിട്ടില്ല. റിബൺ കൺസിസ്റ്റൻസി ആവണം. നമുക്ക് കുറച്ചുകൂടി പാലൊഴിച്ച് റിബൺ കൺസിസ്റ്റൻസി ആവുന്നത് വരെ ആവശ്യത്തിന് പാലൊഴിച്ച് മിക്സ് ചെയ്യുക. റെഡി ആയിട്ടില്ല. നമ്മുടെ കേക്ക് ബാറ്റർ ഒരുപാട് കട്ടിയും ആവരുത്, ഒരുപാട് ലൂസും ആവരുത്. കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ വരണം. അതായത് ഇങ്ങനെ ഒഴിക്കുമ്പോൾ റിബൺ കൺസിസ്റ്റൻസിയിൽ വീണ് താഴെ മർജാവണം ബാറ്ററുമായിട്ട്. അതാണ് അതിൻ്റെ കറക്റ്റ് പാകം. റെഡി ആയിട്ടുണ്ട്. ഇതിനെ കേക്ക് ടിന്നിലേക്ക് ഒഴിക്കാം. കേക്ക് ടിൻ എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ള വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. ഇത്രയും പാല് ബാക്കി വന്നിട്ടുണ്ട്. വളരെ കുറച്ച് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഒരു 30 പ്രാവശ്യം ടാപ്പ് ചെയ്ത ശേഷം 10-15 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത സോസ് പാനിലേക്ക് കേക്ക് ടിന്ന് ഇറക്കി വയ്ക്കുക. അതിനുശേഷം ഒരു 50-55 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് സ്ക്രൂ വെച്ച് ഒന്ന് കുത്തി നോക്കാം. നമ്മുടെ സ്ക്രൂ വെറ്റാവാതെ ക്ലിയറായി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് റെഡിയായി എന്നാണ് അർത്ഥം. ഇതിനെ പുറത്തെടുത്ത് വെച്ച് ഇനി തണുക്കട്ടെ. നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കേക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. പുറത്തെല്ലാം സോഫ്റ്റാണ്, സ്പോഞ്ചിയാണ്. നമുക്ക് തൊടുമ്പോൾ എത്ര സോഫ്റ്റാണെന്ന് കേക്ക് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നല്ലപോലെ തണുത്ത ശേഷം നമുക്കിതിനെ ഡീമോൾഡ് ചെയ്യാം. കേക്ക് ടിന്നിൽ വയ്ക്കാൻ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട. ടിന്നിലേക്ക് ഒരല്പം എണ്ണ തേച്ച ശേഷം മൈദ ഒന്ന് തൂവിക്കൊടുത്ത് എക്സസ് മൈദ തട്ടിക്കളഞ്ഞാൽ നമ്മുടെ കേക്ക് ടിന്ന് റെഡിയായി. ഈ കേക്ക് നമുക്ക് വളരെ പെർഫെക്റ്റാണ്. കളറെല്ലാം പെർഫെക്റ്റാണ്. നമ്മളതിന് പീസസ് ആക്കി മുറിച്ചിട്ടുണ്ട്. അതും നല്ല സോഫ്റ്റാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഡിയേഴ്സ്.